കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്നവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ടിപ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഈ ടിപ്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിക്കൊണ്ടോ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടോ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. യാതൊരു തരത്തിലുള്ളൊരു മെഡിക്കേഷൻസും നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പലർക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന അത്രയും ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് വരുന്ന ഡെഫിഷ്യൻസീസ് കൊണ്ടാണ് പലർക്കും പ്രഗ്നൻസി നീണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ സ്ത്രീക്കും പുരുഷനും കൊണ്ടുവന്ന് തരുന്നതാണ് പ്രോട്ടീൻ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രോട്ടീൻ നമുക്ക് രണ്ട് തരത്തിൽ ശരിക്കും നമുക്ക് ഉപയോഗിക്കാം. ആനിമൽ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കാം, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കാം. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചെടികളിൽ നിന്നും അതുപോലെ മറ്റുള്ള ഭക്ഷണ വസ്തുക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോട്ടീനാണ് ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ. ആനിമൽ പ്രോട്ടീൻ എടുക്കുന്നതിനേക്കാളും ഒരുപാട് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എടുക്കുന്നതാണ്. അത് അണ്ടത്തിനും ബീജത്തിനും എൻഡോമെട്രിയൽ ലൈനിങ്ങിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നിങ്ങളുടെ ഹോർമോൺസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഹോർമോൺസും അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഹോർമോൺസ് പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ, പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഓവുലേഷനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനെയും പീരിയഡ്സിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ മെൻസ്ട്രേഷനിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യാത്ത ആളുകളും മസ്റ്റായിട്ട് നിങ്ങളിത് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള അമിനോ ആസിഡും ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് നമ്മുടെ അണ്ടം വളരുന്നതിനും ഒപ്പം അത് മെച്യൂർ ആകുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ അമിനോ ആസിഡ്സ് അത് ശരീരത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അണ്ടത്തിന്റെ ഗ്രോത്ത് നിങ്ങളൊരു മെഡിസിൻ എടുക്കാതെ തന്നെ കൃത്യമായിട്ടൊരു 80-22 mm കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു ഗ്രോത്തിൽ ഇത് എത്തുകയാണെങ്കിൽ അത് നാച്ചുറലി തന്നെ റപ്ചർ ആകും. നമ്മൾ മെഡിസിൻസോ ഇഞ്ചെക്ഷൻസോ ഒന്നും എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ PCOD ഉള്ള ആളുകൾക്കൊക്കെ എപ്പോഴും അണ്ടം വളരുന്നതിനും പൊട്ടുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളും അതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിലും ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ബെനിഫിറ്റ് സ്പേമിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിനോ ആസിഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സെമൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിൽ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി എന്നിവ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇതിന് കൊടുക്കുന്നു. സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് പുരുഷൻ്റെ സെമനും അതിനനുസരിച്ച് ക്വാളിറ്റി ഇല്ല എങ്കിൽ പ്രഗ്നൻസി അവിടെ നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം സുഗമമായിട്ട് ഒരിക്കലും സെമന് ശരീരത്തിനകത്തേക്ക് കയറി പോകാനായിട്ട് സാധിക്കില്ല. ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇത് അകത്തേക്കൊന്ന് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് അണ്ടം വരുന്നത് വരെ ഇത് ശരീരത്തിൽ നിലനിൽക്കുന്നത്. അതിനുള്ള ക്വാളിറ്റി ഇതിനില്ലാതെ വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ പുരുഷന് സെമൻ അനാലിസിസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ബുദ്ധിമുട്ടില്ലെങ്കിലോ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് അത് വേണ്ട ശരീരഭാഗങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കണം. അതിന് ന്യൂട്രിയൻസിൻ്റെ നമ്മൾ എടുക്കുന്ന ഗുണങ്ങളുടെ എല്ലാം അബ്സോർപ്ഷൻ, അതിൻ്റെ ഒക്കെ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കണം. ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിനും ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് സാധിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ റിപ്പയറിനും അതിൻ്റെ മെയിൻ്റനൻസിനും ഇത് സഹായിക്കുന്നു. ഓരോ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനും കാലപ്പഴക്കം ഉണ്ടാകും. നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതിൻ്റെ സെല്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ ആയിട്ട് മെയിൻ്റനൻസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരം അങ്ങോട്ട് യൗവനമാകും അല്ലെങ്കിൽ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. നല്ല രീതിയിൽ അതിനെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്
അതിൻ്റെ ഒരു സപ്പോർട്ടും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ പ്രവർത്തനവും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ പ്രവർത്തനവും പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ 40s അല്ലെങ്കിൽ 45 ഒക്കെ ആകുമ്പോഴും പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. അത് പലരും അവരുടെ ശരീരം അതിനനുസരിച്ചിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ അതുപോലെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചിലപ്പോൾ ഒരു 20 നിൽക്കുന്ന ആൾക്കോ 25 നിൽക്കുന്ന ആൾക്കോ സാധിക്കുന്നില്ല. അതും അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻസുലിൻ്റെ ലെവല് കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ള പലർക്കും ഇൻസുലിൻ്റെ ലെവലിൽ വ്യത്യാസം ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആയി മാറുകയാണെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് മാത്രമല്ല, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു ത്രൂ ഔട്ട് മാസങ്ങളിൽ നിറച്ചും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ്. എന്നാൽ ഓൾറെഡി ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടിയിട്ടുള്ള ഒരാൾക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര വേഴ്സ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കുഞ്ഞിന് ത്രെട്ടാണ്. അതുപോലെ കുഞ്ഞിന് പ്രിമച്ചുറായിട്ട് ഡെലിവറി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻസുലിൻ്റെ ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് ഗ്രോത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും കുഞ്ഞിന് മറ്റ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഡോക്ടർ ഇതുപോലെ പ്രോട്ടീൻ്റെ പൗഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പാലിൽ ചേർത്ത് കഴിച്ചപ്പോഴാണ് ഒരുവിധം കുഞ്ഞിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കാനായിട്ട് അത് കാരണമായത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ബെസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പൗഡറിൻ്റെ രൂപത്തിൽ ഇത് എടുക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണം തരുന്നതാണ് നാച്ചുറലായിട്ട് നമ്മളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്ന പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതൊക്കെ രീതിക്ക് നമുക്ക് ശരീരത്തിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ ഇത് അടങ്ങിയിട്ടുള്ളത് പയറുവർഗ്ഗങ്ങളിൽ തന്നെയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും സെൽ ഗ്രോത്തിനും അതുപോലെ മറ്റുള്ള ഗുണങ്ങളും ഫൈബറും പ്രോട്ടീനും ഫോളിക് ആസിഡും ഒക്കെ ഈ പയറുവർഗ്ഗങ്ങളിൽ ഉള്ളത് കൊണ്ട് അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം പയറുവർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. രാവിലെ നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നു. അതിനുശേഷം ആ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഒക്കെ നല്ല പ്രോപ്പറായിട്ട് ശരീരത്തിൽ നടക്കും. നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടിൽ ചെറുപയർ കൂടുതലായിട്ട് ചെറുപയറോ വൻപയറോ കടല അങ്ങനെ എന്താണ് പയറുവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുട്ടിൻ്റെ അളവ് കുറച്ചിട്ടോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അളവ് കുറച്ചിട്ടോ ഇത് കൂടുതലായിട്ട് എടുത്ത് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. രണ്ടാമത്തേത് നമ്മുടെ ബദാമാണ്. ബദാം നമുക്ക് സ്നാക്സ് ആയിട്ട് എടുക്കാം. അതിലൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. ബദാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അത് കുതിർത്തി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ബദാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ബദാമിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അടുത്തത് ചിയാ സീഡ്സ് ആണ്. ചിയാ സീഡ്സിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ചിയാ സീഡ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് പൊട്ടാറ്റോസ് ആണ്. പൊട്ടാറ്റോസിലും കൂടുതലായിട്ടും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണകരമാണ്. പക്ഷേ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾ കഴിക്കാതിരിക്കുക. ഉരുളക്കിഴങ്ങ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനപ്പുറം നിങ്ങളത് വെക്കാതിരിക്കുക. മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചെത്തിയെടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് ഒട്ടും നല്ലതല്ല. അതുപോലെ ഗർഭസ്ഥ ശിശുവിനും നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഉരുളക്കിഴങ്ങ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും മേടിച്ചുകൊണ്ട് വരാതെ കുറച്ച് മേടിച്ചിട്ട് വന്ന് അത് അന്നോ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതും ഈ ബദാമിൻ്റെ ഒപ്പം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കിൻവയാണ്. കിൻവയെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ചോറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കിൻവ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിലും കൂടുതൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉണ്ട്. ഒപ്പം നമ്മൾ ഓട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും രാവിലെ നമ്മളിപ്പോൾ ചോറ് കഴിച്ച് എന്തെങ്കിലും സ്നാക്സ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഒരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയത്തോ ഒക്കെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതിലൊരുപാട് കണ്ടൻസ്, ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ്, അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ അടങ്ങിയിട്ടുണ്ട്.
അങ്ങനെയും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഇലക്കറികളിലുണ്ട്, ചീരയിലുണ്ട് ഇത് കൂടുതലായിട്ട്, അതുപോലെ ബ്രൊക്കോളിയിലും ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്തോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ പീരിയഡ്സിന്റെ സമയത്തോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണെങ്കിൽ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. കാരണം അണ്ടത്തിന്റെ ഗ്രോത്ത് അത്രത്തോളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒപ്പം നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒപ്പം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും എംബ്രിയോയുടെ ഗ്രോത്തിനും ഇത് സഹായിക്കും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചാർട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ എഴുതി തിട്ടപ്പെടുത്തുക. കാരണം പ്രോട്ടീൻ നമുക്ക് വേണം, ഫൈബർ നമുക്ക് വേണം, അങ്ങനെ ഒരുപാട് കണ്ടന്റ് നമുക്ക് വേണമല്ലോ. ഇതെല്ലാം കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരാഴ്ചയിലെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം ഇപ്പോൾ ചെറുപയറാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ചീരയാണ്, വൈകുന്നേരം നമുക്ക് ഉച്ചയ്ക്ക് ആ ചീരയുടെ ഒപ്പം നമുക്ക് എന്തെങ്കിലും മീൻകറി ഉണ്ടെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള മീനിൻ്റെ കറി നമ്മൾ എടുക്കുക. അതുപോലെ നട്ട്സ് കഴിക്കുന്ന സമയത്ത് ഇന്ന നട്ട്സ് നമുക്ക് കഴിക്കണം. രാത്രി നമ്മൾ ഓട്സ് വേണം, അല്ലെങ്കിൽ കിൻവ വേണം. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അതും സഹായിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.